നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. രാജ്യം 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ വളർച്ചയും തിരഞ്ഞെടുപ്പും ലോകരാഷ്ട്രങ്ങളുടെ നിരന്തര നിരീക്ഷണത്തിന് വിധേയമാകുന്ന ഒന്നായി മാറുന്നതിൻ്റെ കാരണങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങളിൽ വ്യക്തമാക്കിയിരുന്നല്ലോ. കോടാനുകോടി വോട്ടർമാർ, അതിനായുള്ള തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, നടപടിക്രമങ്ങൾ, സ്ഥാനാർത്ഥികളുടെ ക്രമസമാധാന പരിപാലനം, അങ്ങനെ വിഷയങ്ങൾ പലത് കടന്നു വേണം സുഗമമായ രീതിയിൽ ഫലപ്രഖ്യാപനം നടത്തേണ്ടത്. വിശേഷിച്ചും ഭരണം ഏറ്റെടുക്കൽ പ്രക്രിയ നടക്കുന്നതുവരെ എന്നെയും എൻ്റെ രാജ്യത്തെയും നയിക്കേണ്ടത് ആരാണ് എന്ന ചിന്ത ചെന്നവസാനിക്കുന്നത് സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ പലപ്പോഴും സമ്മതിദാന അവകാശത്തെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളും ഉണ്ട് എന്നതാണ് സത്യം. കേവലമായ മുദ്രാവാക്യങ്ങളെയോ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയെയോ വിശ്വസിച്ച് വോട്ട് ചെയ്യുന്ന സ്വഭാവമായിരുന്നു പലപ്പോഴും നമ്മുടേത്. എന്നാൽ നിറവേറ്റപ്പെടാത്ത വാഗ്ദാനങ്ങളും ജനവിരുദ്ധ നയങ്ങളുമായിരുന്നു പലപ്പോഴും ഭാരതീയർക്ക് സഹിക്കേണ്ടി വന്നിട്ടുള്ളത്. അതിലൊരു മാറ്റം വരുത്തിയത് BJP സർക്കാരാണ്. പ്രകടന പത്രികയിൽ പറയുന്നത് പ്രായോഗിക തലത്തിൽ എത്തിക്കുക, അതിന്മേലുണ്ടാകുന്ന ഏതു വെല്ലുവിളിയെയും മറികടക്കുക. ഇത്തരത്തിലൊരു പ്രതിഭാസം രാജ്യത്ത് ആദ്യമായിട്ടായിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒട്ടേറെ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ 2 ലോക്സഭാ പൊതു തിരഞ്ഞെടുപ്പുകൾക്കും സാക്ഷ്യം വഹിച്ചത്. ഊതിവീർപ്പിച്ച പ്രതാപമല്ല തനിക്കുള്ളത് എന്ന് 3ാം വട്ടവും തെളിയിച്ചേ മതിയാവൂ നരേന്ദ്രമോദിക്ക്. BJP ഒറ്റയ്ക്ക് 373ഉം സഖ്യകക്ഷികൾ 400 സീറ്റുകളും മറികടക്കും എന്ന മോദിയുടെ പ്രസ്താവന അദ്ദേഹം ഈ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. മോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമോ എന്നതിനാണ് രാജ്യവും ലോകവും കാത്തിരിക്കുന്നത്. 2009 തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തിന് ഏതാനും സീറ്റുകളുടെ കുറവുകളോടെ 262 സീറ്റുകളാണ് കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചത്. ഉപാധിരഹിത പിന്തുണ ചെറു കക്ഷികൾ നൽകിയതോടെയാണ് അന്ന് 2ാം UPA സർക്കാർ രൂപീകൃതമായത്. പലപ്പോഴും വീണുപോകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും മൻമോഹൻ സർക്കാർ 5 വർഷം തികച്ചു. ഇക്കാലയളവിലുണ്ടായ അഴിമതി ആരോപണങ്ങളും ശക്തനായ ഒരു നേതാവിൻ്റെ അഭാവവുമാണ് കോൺഗ്രസിനെ അവരുടെ എക്കാലത്തെയും വലിയ തകർച്ചയിലേക്ക് നയിച്ചത്. കൂട്ടത്തിൽ BJPക്ക് അനുകൂലമായി ഭാരത മണ്ണ് മാറിയതും അതിനുശേഷമാണ്. ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കിയ മോദിയും കൂട്ടരും 2014 തിരഞ്ഞെടുപ്പിൽ 336 സീറ്റുകളുമായി അധികാരത്തിലെത്തി. BJPക്ക് ഒറ്റയ്ക്ക് 282 സീറ്റുകൾ നേടാനും സാധിച്ചു. 1984 ശേഷം ഒറ്റകക്ഷി ഭരണം സാധ്യമായത് അപ്പോൾ മാത്രമായിരുന്നു. 2011 അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ അഴിമതി തുടച്ചു നീക്കുക എന്ന ആവശ്യം മുൻനിർത്തി ആരംഭിച്ച വൻ പ്രക്ഷോഭത്തിന് BJP ഔദ്യോഗിക പിന്തുണ പ്രഖ്യാപിച്ചു. ഇതിൻ്റെയും കൂടി പങ്കുപറ്റിയാണ് 2014 BJP അധികാരത്തിലെത്തിയത്. ഔദ്യോഗിക പ്രതിപക്ഷമായിരിക്കാൻ ആവശ്യമായ 10%, അതായത് 55 സീറ്റുകൾ പോലും കോൺഗ്രസിന് നേടാനായില്ല. 2ാം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായ അഴിമതികളിൽ ഏറിയ പങ്കും പ്രാദേശിക കക്ഷികളുടെ വകയായിരുന്നു. എങ്കിലും പഴിയും പിഴയും കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിക്ക് മേലാണ് വന്ന് ഭവിച്ചത്. അതിൻ്റെ ഫലമാണ് 2ാം UPA സർക്കാരിന് ശേഷം കോൺഗ്രസിൻ്റെ വൻ അധപതനത്തിലേക്കുള്ള വഴിതെളിച്ചത്. പ്രതിപക്ഷത്തിൻ്റെ ഐക്യമില്ലായ്മ, ദേശീയ തലത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾ, സാധാരണക്കാർക്കായുള്ള വിവിധ ക്ഷേമ പദ്ധതികൾ, ശക്തനായ ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് ഇല്ലാത്ത അവസ്ഥ, പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റുന്ന BJP സർക്കാർ, ഇക്കാര്യങ്ങളെല്ലാം കൊണ്ട് BJPയുടെ ജനസ്വാധീനം അനുദിനം വർദ്ധിച്ചു വരികയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകൾ നേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയത്. തുടർച്ചയായി 2ാം തവണയും ഏകകക്ഷി ഭരണം നേടി നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന ആളായി മാറുകയായിരുന്നു നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിയുടെ പരാജയം മാത്രമല്ല, കേവലം 52 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങുന്ന കാഴ്ചയ്ക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. തുടർച്ചയായി 2ാം ഭരണ കാലയളവിൽ BJP സർക്കാർ നടപ്പാക്കിയ പ്രഖ്യാപിത നയങ്ങൾ അവർക്ക് എത്രമാത്രം സഹായകരമായി എന്നും അവയുടെ പ്രതിഫലനം 2024 തിരഞ്ഞെടുപ്പിൽ എപ്രകാരം സംഭവിക്കും എന്നും അറിയാനുള്ള നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത, നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അഭിയാൻ, കാശ്മീരിൻ്റെ പ്രത്യേക പദവി സംബന്ധിച്ച ആർട്ടിക്കിൾ 370, രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണം, മുത്തലാഖ്, സ്ത്രീ സംവരണം, യൂണിഫോം സിവിൽ കോഡ് എന്നീ വിഷയങ്ങളിൽ BJP എടുത്ത പ്രഖ്യാപിത നിലപാടുകൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് 3ാം തവണയും മോദി സർക്കാർ എന്നുറപ്പിച്ച് മുന്നേറുകയാണ് ഭാരതീയ
ജനതാ പാർട്ടി ഒറ്റയ്ക്ക് 370 സീറ്റുകളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 400-ലധികം സീറ്റുകളും ആണ് ലക്ഷ്യമിടുന്നത്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ എന്നതിന് തിരഞ്ഞെടുപ്പ് ഫലം മുഴുവനായി അറിയുന്ന ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. 2024 തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെയും പ്രതിപക്ഷ ഐക്യത്തിൻ്റെ രൂപമായ ഇന്ത്യ സഖ്യത്തെയും ഇരുകൂട്ടരുടെയും തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകളെക്കുറിച്ചുമുള്ള കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.